ബി.ജെ.പി. അതിൻ്റെ കേരളത്തിലെ മുഖഛായ മാറ്റിയിരിക്കുകയാണ്. കെ സുരേന്ദ്രന് ശേഷം ഇതാ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് രാജീവ് ചന്ദ്രശേഖർ എത്തിയിരിക്കുന്നു. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം 4 തവണയായി അടുപ്പിച്ച് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ശശി തരൂരിനെ പോലെ വിശ്വപൗര പദവിയുള്ള ഒരു നേതാവിനെ വളരെ ദുർഘടമാർന്ന രീതിയിൽ മാത്രം വിജയിക്കുവാൻ ഇടം കൊടുത്ത ബി.ജെ.പിയിലെ ഏറ്റവും കരുത്തനായ നേതാവാണ് രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം, കേന്ദ്രമന്ത്രി എന്ന പദവിയിൽ ഇരുന്നു കൊണ്ടുള്ള പരിചയ സമ്പന്നത, ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടുകൂടിയാണ് കേന്ദ്ര നേതൃത്വം ഇപ്പോൾ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് രാജീവ് ചന്ദ്രശേഖറിനെ എത്തിച്ചിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് എത്തുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള വെല്ലുവിളികൾ നേരിടേണ്ടി വരുമെന്ന തരത്തിലേക്ക് പലതും പറഞ്ഞെങ്കിൽ പോലും സുരേഷ് ഗോപി എന്ന കേരളത്തിലെ ഏക ബി.ജെ.പി. എം.പിക്ക് അത്തരത്തിലൊരു സംശയവുമില്ല. ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ അദ്ദേഹം 100% വിജയിക്കുമെന്ന തരത്തിലേക്ക് തന്നെയാണ് സുരേഷ് ഗോപി വേദിയിൽ തുറന്നടിച്ചത്. തൃശ്ശൂരിൽ ആദ്യമായി തെരഞ്ഞെടുപ്പിന് മത്സരിക്കുവാൻ നിൽക്കുമ്പോൾ സുരേഷ് ഗോപി പറഞ്ഞത് ഈ തൃശ്ശൂർ ഞാനിങ്ങ് എടുക്കുകയാണ് എന്നാണ്. ഇപ്പോൾ അതേ സുരേഷ് ഗോപി മറ്റൊരു പ്രധാനപ്പെട്ട ഡയലോഗിലൂടെയാണ് രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനാവുന്നതിലൂടെ ബി.ജെ.പിക്ക് ഉണ്ടാകുന്ന നേട്ടത്തെ കുറിക്കുന്നത്. ബി.ജെ.പി. കേരള സംസ്ഥാന അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട രാജീവ് ചന്ദ്രശേഖറിൻ്റെ മുന്നിലുള്ളത് ഭാരിച്ച ഉത്തരവാദിത്തമല്ലെന്ന് സുരേഷ് ഗോപി എം.പി. വ്യക്തമാക്കുകയായിരുന്നു. പുതിയ അധ്യക്ഷൻ ചുമതല ഏറ്റെടുത്ത ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാവരും പറയുന്നു ഭാരിച്ച ഉത്തരവാദിത്തമാണ് എന്ന്. ഞാൻ അങ്ങനെ കരുതുന്നില്ലെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. രാജീവ് ചന്ദ്രശേഖറിൻ്റെ മികവ് വ്യക്തമായി അറിയുന്ന ആൾ എന്ന നിലയ്ക്ക് പുതിയ ദൗത്യം നിഷ്പ്രയാസം സാധിക്കുമെന്നാണ് താൻ കരുതുന്നത്. തിരുവനന്തപുരത്ത് 3 മാസം നീണ്ട തെരഞ്ഞെടുപ്പ് പ്രചാരണം മാത്രമല്ല, രാജീവ് ചന്ദ്രശേഖറിൻ്റെ കഴിവ് നേരിട്ടറിഞ്ഞിട്ടുള്ള വ്യക്തിയാണ് താൻ. കെ സുരേന്ദ്രൻ രാജീവ് ചന്ദ്രശേഖറിന് ബാറ്റിൻ കൈമാറിയത് മുതൽ സൈദ്ധാന്തികമായ വിപ്ലവത്തിലേക്ക് പാർട്ടി കടന്നിരിക്കുകയാണ് എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കി പ്രതിപ്രവർത്തനം തുടങ്ങിയാൽ മാത്രമേ നമുക്ക് വെല്ലുവിളിയാകൂ എന്നും സുരേഷ് ഗോപി പറഞ്ഞു. മുൻകാല ബി.ജെ.പി. അധ്യക്ഷന്മാർ ഓരോ പടിയാണ് പാർട്ടിയെ ഉയർത്തിയത് എങ്കിൽ ഇനി സംഭവിക്കുവാൻ പോകുന്നത് അതുക്കും മേലെയാണെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. കേരളത്തിലെ പല പ്രദേശങ്ങളും നമുക്ക് ഏറ്റെടുക്കാനുണ്ട്. ഭാരതത്തിന് വേണ്ടി കേരളം മൊത്തം നമ്മൾ എടുക്കുമെന്ന് ആഞ്ഞടിച്ച് പ്രഖ്യാപിക്കുകയാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു. പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വം സന്തോഷം നൽകുന്നതാണെന്ന് രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. ബലിദാനികളുടെ ത്യാഗമോർത്ത് മുൻപോട്ട് പോകും. കേരളത്തിൽ നിന്ന് കുട്ടികൾ പഠിക്കാൻ പുറത്തേക്ക് പോകുന്നത് കേരളത്തിൽ എന്തുകൊണ്ട് കൂടുതൽ സംവരണം വരുന്നില്ല? കേരളത്തിൽ വികസന മുരടിപ്പാണെന്നും രാജീവ് വ്യക്തമാക്കി. കേരളം മാറേണ്ടതുണ്ട്. അവസരങ്ങളില്ലെങ്കിൽ യുവാക്കൾ നിൽക്കില്ല. നിക്ഷേപമുള്ള കേരളമാണ് ആവശ്യം. വികസന സന്ദേശം ഓരോ വീട്ടിലും എത്തണം. NDA സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ എത്തണം. അതാണ് തൻ്റെ ദൗത്യം പൂർത്തിയാക്കിയാൽ താൻ മടങ്ങും. വികസന കേരളത്തിനായി തൻ്റെ മുഴുവൻ സമയവും സമർപ്പിക്കുകയാണെന്നും രാജീവ് വ്യക്തമാക്കി. ഞായറാഴ്ച ചേർന്ന ബി.ജെ.പി. കോർ കമ്മിറ്റി യോഗത്തിലാണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ പേര് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത്. കേന്ദ്ര നേതൃത്വം ഇടപെട്ടായിരുന്നു തീരുമാനം. നേരത്തെ M.T. രമേശ്, ശോഭാ സുരേന്ദ്രൻ, ജേക്കബ് തോമസ് എന്നിവരുടെ പേരുകളും ഉയർന്നു കേട്ടിരുന്നു. എങ്കിലും രാജീവിൻ്റെ ഒറ്റപ്പേരാണ് അവസാനം നിർദ്ദേശിക്കപ്പെട്ടത്. കർണാടകയിൽ നിന്ന് 3 തവണ രാജ്യസഭാ അംഗമായി മറുനാടൻ മലയാളിയാണ് രാജീവ് ചന്ദ്രശേഖർ. 2ാം മോദി സർക്കാരിൽ IT വകുപ്പിൽ സഹമന്ത്രിയായിരുന്നു. ഗുജറാത്തിൽ ജനിച്ച് വളർന്ന അദ്ദേഹം രാജ്യസഭാ അംഗമായ ശേഷമാണ് ബി.ജെ.പിയിൽ ചേർന്നത്. സംഘപരിവാറിലൂടെ വളർന്നു വന്ന നേതാക്കളാണ് സാധാരണ ബി.ജെ.പി. അധ്യക്ഷന്മാരാകാറുള്ളത്. ആ പശ്ചാത്തലമില്ലാതെയാണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ വരവ്. എന്തായാലും ബി.ജെ.പിയെ സംബന്ധിച്ച് വലിയ ഉന്മേഷവും ഉണർവും ഒക്കെ ലഭിച്ചിരിക്കുകയാണ്. എന്നിരുന്നാൽ പോലും രാജീവ് ചന്ദ്രശേഖറിനെ ബി.ജെ.പി. അധ്യക്ഷ സ്ഥാനത്തേക്ക് നിയമിച്ചതോടുകൂടി ബി.ജെ.പിക്കുള്ളിൽ ചില പടലപ്പിണക്കങ്ങൾ രൂപം കൊണ്ടിട്ടുണ്ട് എന്ന വാദവും ചെറുതായി കാണാൻ കഴിയുന്നതല്ല.